ഇന്ന് ആഗസ്റ്റ് 15 80ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ന് എനിക്ക് ജോലിയില്ല, ഓഫാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ചു കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് കയറാനായിട്ടുള്ള പരിപാടിയാണ്. ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ ഇവിടെ പതാക ഉയർത്തലും അതുപോലെ തന്നെ പായസ വിതരണം ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോകണം. അതിന് മുന്നായിട്ട് അടുക്കളയിലുള്ള കുറച്ച് പണികളൊക്കെ കഴിച്ചു വെക്കണം. എനിക്ക് മാത്രമേ ഇന്ന് ജോലി ഇല്ലാത്തുള്ളൂ, ചേട്ടന് ജോലിയുണ്ട്. അപ്പോൾ ചേട്ടന് ലഞ്ച് ആവണം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ബീട്രൂട്ട് ഉപ്പേരിയാണ് കാലത്ത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കായി വരണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പുട്ടുപൊടി ഒന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി വെച്ചിട്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കുന്നത്. പൊടിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ജീരകവും ഒക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പതാക ഉയർത്താനായിട്ടുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി. നമ്മുടെ കൂട്ടായ്മയിലുള്ളവരും വീടിൻ്റെ അടുത്ത് പുറത്തുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പതാക ഉയർത്തുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീധരമാമനാണ് ഇത്തവണ പതാക ഉയർത്തുന്നത്. പതാക ഉയർത്താനായിട്ടുള്ള സമയമൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജനഗണമനയൊക്കെ പാടി ആ ഒരു സമയത്തേക്ക് സ്കൂളിൽ പോകാനായിട്ടുള്ള പിള്ളേരൊക്കെ യൂണിഫോം ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് പായസം വിതരണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഗോതമ്പ് പായസമായിരുന്നു. കാലത്ത് 9 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ പതാക ഉയർത്തലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത ഒരു മഴക്കാരൊക്കെയുള്ള മൂടിയ അന്തരീക്ഷമായിരുന്നു കേട്ടോ. എന്തായാലും പായസമൊക്കെ അവിടെ തകൃതിയായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഞാനൊരു ഗ്ലാസ് പായസം വാങ്ങിച്ച് നേരെ അടുക്കളയിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ പായസം കുടിച്ചിട്ടാവാം ഇനി ബാക്കിയുള്ള പരിപാടി എന്ന് വെച്ചു. അപ്പോൾ ഇത്തവണ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് സുനിച്ചേട്ടനാണ് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ ലഡു ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ എന്തായാലും പായസമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തോരനും തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വിവിക്കാനായിട്ട്. പുട്ടും എടുത്തു. ഇനി നമുക്ക് കടല കാച്ചിയെടുക്കണം. അപ്പോൾ പുട്ടും കടലും ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചേട്ടന് കൊടുത്തു വിടാനായിട്ട് കടലക്കറിയും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ ഞാൻ ഇതുപോലെ ഒരു മുട്ട ഓംപ്ലേറ്റ് ആണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കലത്തെ ഊണും കുശാലായി. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളും കഴിഞ്ഞു. ചേട്ടന് കൊടുത്തു വിടാനായിട്ടുള്ള ലഞ്ചൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്തു. ഇനി നമ്മൾ നേരെ അത് മേശയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി കുറച്ച് പാത്രങ്ങളുണ്ട്, അതും കഴുകിയതോടുകൂടി പണികൾ അവസാനിച്ചു.